ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തമ്പുട്ടിയുടെ 5ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ചു, അത് അവളെ കൂടെ ഒന്ന് കട്ട് ചെയ്യിക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു പായസം കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പായസമൊക്കെ വെച്ചു. പക്ഷേ ഞാൻ ഇവിടെ വിളക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു, കാരണം തമ്പുട്ടിക്ക് മുണ്ടിനീരുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 days ആയിട്ട് ആൾ സ്കൂളിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചിട്ട് അത് ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയി. അമ്മയും അച്ഛനും മോനും എല്ലാം കൂടി ഹോസ്പിറ്റലിൽ പോയി. ഞാൻ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ വരുമ്പോഴേക്കും എല്ലാം ശരിയാക്കി കുറച്ച് ബലൂൺ അവൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബലൂണൊക്കെ ഈ വൈകുന്നേരം പോയിട്ട് വാങ്ങിച്ചതായിരുന്നു. അതെല്ലാം വീർപ്പിച്ച് ഇങ്ങനെ ജനലിൻ്റെ അവിടേക്ക് ഒന്ന് ഒട്ടിച്ച് വെച്ചു. കാരണം അവരുള്ള സമയത്ത് ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം സെറ്റാക്കി. അപ്പോൾ അവർ വരുന്നതായിട്ട് മുന്നേ ഞാനെന്ത് വിചാരിച്ചു, കേക്കെല്ലാം കൊണ്ടുവന്ന് ഒന്ന് ടേബിളിന്മേ വെക്കാമെന്ന് വിചാരിച്ചു. അവർ വിളിച്ച് പറഞ്ഞു ഏകദേശം എത്താനായെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കേക്ക് ടേബിളിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചത്. ഇനി വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരമല്ലേ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറ്റുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ 8:30 അവർ 6 മണിക്ക് എങ്ങാനും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരാൻ 8:30 എങ്ങാനായി. അപ്പോൾ അവർ വന്നു, ഞാൻ വിളക്ക് കത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഞാനിവരെ കണ്ടപ്പോൾ കേക്ക് വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയപ്പോൾ ഞാൻ കേക്ക് കൂടെ കൊണ്ടുവന്ന് വെച്ചു. കച്ചനോട് കൈ പിടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, അപ്പുട്ടി മാത്രം പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അപ്പുട്ടിയും കൂടിയാണ് അപ്പുട്ടിയുടെ 5ാമത്തെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ കച്ചു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് ഒരു വെയിറ്റിംഗ് ആണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അതൊരു തവണ ഞാൻ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു കേക്ക് കട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മോള് പറഞ്ഞു അവൾക്ക് ബലൂണൊക്കെ വേണം നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആക്കിയത് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അവളൊരു ആഗ്രഹമാണ് ബലൂണ് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബലൂണ് കുറച്ച് വെക്കാമെന്ന് വെച്ചിട്ട് പിന്നെ വീണ്ടും ലേറ്റായത്. കേക്ക് കട്ട് ചെയ്തപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് തോണ്ടി കഴിക്കാം. ഞാനും അമ്മയും അച്ഛനും ഹസ്ബൻഡും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒട്ടുമിക്കാലും ഇവരുടെ ബർത്ത്ഡേക്ക് അങ്ങനെ നമ്മൾ പുറമേ നിന്ന് അങ്ങനെ ആരെയും വിളിക്കാറില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീടുകളൊക്കെ കൊണ്ടു കൊടുക്കുന്നല്ലാണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് 2 പേരുണ്ട്. മോളുടെ ബർത്ത്ഡേക്ക് കൊറോണയൊക്കെ ആയിരുന്നു. മോൻ്റെന് അച്ഛൻ്റെയും അമ്മയുടെയും റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ മാത്രമായിരിക്കും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, മക്കളുടെ ആണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ആണെങ്കിലും ഒക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിൽ വെച്ച് കൊടുത്തു. നമ്മൾ വായിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ പുറമെ അവർക്ക് ഇഷ്ടമുള്ളത് തൊണ്ടി കഴിക്കുന്നുണ്ട്. ആ ഒരു ആരംഭശുരത്വം കേക്ക് കാണുമ്പോഴുള്ള കുറച്ച് നേരത്തെ I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't